Welcome to Plus 2 Mathematics classes, Chapter 11, Three-Dimensional Geometry. Exercise 11.2 7 question we have ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്തത് 8th ആണ്. അതിന്റെ question, find the vector and Cartesian equations of the line that passes through the origin and 5 minus 2 3. അപ്പോൾ രണ്ട് പോയിന്റ്സിൽ കൂടി കടന്നു പോകുന്ന ഒരു ലൈനിന്റെ ഇക്വേഷനും കാർട്ടീഷ്യൻ ഇക്വേഷനും വെക്ടർ ഇക്വേഷനും എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ദ പ്രോസസ് ത്രൂ ദ ഒറിജിൻ നമുക്ക് 0 0 0 എന്ന കോർഡിനേറ്റ് കൊടുക്കണം. 5 minus 2 3 അങ്ങനെ രണ്ട് ഫിക്സഡ് പോയിന്റ്സ് ആണ് തന്നിരിക്കുന്നത്. അതിന്റെ ഇക്വേഷൻസ് രണ്ടിന്റെ വെക്ടർ ഫോമും കാർട്ടീഷ്യൻ ഫോമിന്റെ ഇക്വേഷനും നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈ ക്വസ്റ്റിന്റെ ഇക്വേഷൻ നമുക്കറിയാം, നമ്മൾ പറഞ്ഞിരുന്നു 3D എന്ന ചാപ്റ്ററിലെ ഇക്വേഷൻസ് പഠിച്ചു വെച്ചിരുന്നാൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ ആകും എന്നുള്ളത്. അപ്പോൾ ഇക്വേഷൻസ് നല്ലതുപോലെ പഠിച്ചു വെക്കുക. അപ്പോൾ ഈ ഇക്വേഷൻ എന്താണെന്ന് എഴുതേണ്ടത്? ഫൈൻഡ് ദ വെക്ടർ ആൻഡ് കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ദാറ്റ് പാസസ് ത്രൂ 2 points. വെക്ടർ ഇക്വേഷൻ 2 points എന്ന് പറയുന്നത് r is equal to a plus lambda into b minus a. A plus lambda into b minus a, where a and b are position vectors of the two fixed points. അപ്പോൾ ഇവിടുത്തെ a എന്ന് പറയുന്നത് ഒന്ന് 0i plus 0j plus 0k ആണ്. നമുക്ക് എഴുതി വെക്കാം 0i plus 0j plus 0k because ഒറിജിൻ ഒരു പോയിന്റ് ആയതുകൊണ്ട്. b എന്ന് പറയുന്ന രണ്ടാമത്തെ ഫിക്സഡ് പോയിന്റിന്റെ ഒരു പൊസിഷൻ വെക്ടർ, that is 5i minus 2j plus 3k. അപ്പോൾ എയും ബിയും കിട്ടിക്കഴിഞ്ഞു. ലാംഡ പോലെ ഇട്ടിരുന്നാൽ മതി. വെക്ടർ r is equal to what? a plus 0i plus 0j plus 0k plus lambda into b minus a, 5i minus 2j plus 3k minus 0i plus 0j plus 0k. കറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞു. ഇനി ഇതൊന്ന് സോൾവ് ചെയ്ത് എഴുതാം. 0 ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും സെയിം ആൻസർ തന്നെ വരും. ആൻസർ ഈസ് 12 ലാംഡ ഇൻറ്റു 5i മൈനസ് 2j മൈനസ് 2j പ്ലസ് 3k. ഇനി കാർട്ടീഷ്യൻ ഇക്വേഷൻ ആണ്. കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറയുന്നത് x മൈനസ് x1 ബൈ x2 മൈനസ് x1 is equal to y മൈനസ് y1 ബൈ y2 മൈനസ് y1 is equal to z മൈനസ് z1 ബൈ z2 മൈനസ് z1, where x1 y1 z1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഫിക്സഡ് പോയിന്റ്, അതിവിടെ 0 0 0 ആണ്. അതുപോലെ അടുത്തത് x2 y2 z2, അത് സെക്കൻഡ് ഫിക്സഡ് പോയിന്റ്, അത് എത്രയാണ്? 5 minus 2 3 ആണ്. അപ്പൊ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ x minus 0 by 5 minus 0 is equal to y minus 0 by minus 2 minus 0 is equal to z minus 0 by 3 minus 0, which implies answer is x by 5 is equal to y by minus 2 equal to z by 3, which is the required Cartesian equation of the line. ഇത് തിരിച്ച് നമുക്ക് ഇങ്ങനെ ഈ ഒരു x1 y1 z1 ഈ പോയിന്റും അതുപോലെ x2 y2 z രണ്ടാമത്തെ ഫിക്സഡ് പോയിന്റ് ആയിട്ട് 0 0 0 എടുത്താലും പ്രശ്നമൊന്നുമില്ല. ഇതേ ആൻസർ തന്നെ നമുക്ക് കിട്ടും. മറ്റ് വെക്ടർ ഇക്വേഷനും സെയിം ആൻസർ കിട്ടും. ഇത് ഫിക്സഡ് പോയിന്റ് ഏത് രണ്ടെണ്ണം എടുത്താലും അത് ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലേക്ക് കറക്റ്റ് ഫോളോ ചെയ്ത് എഴുതുക. 9th question, ഇതേ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫൈൻഡ് ദ വെക്ടർ ആൻഡ് ദ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ദാറ്റ് പാസസ് ത്രൂ ദ പോയിന്റ്സ് 3 minus 2 minus 5 3 minus 2 6. അപ്പോൾ രണ്ട് പോയിന്റ്സ് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഒറിജിൻ ആയിരുന്നു നേരത്തെ ഉള്ള ഒരു പോയിന്റ്, ഇവിടെ രണ്ട് പോയിന്റ് തന്നിട്ടുണ്ട്. ഇതേ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്കിത് സോൾവ് ചെയ്ത് എടുക്കാം. 10th question, find the angle between the following pairs of lines. ഇപ്പൊ രണ്ട് ലൈൻസ് തന്നിട്ടുള്ള ലൈൻ്റെ ഇക്വേഷൻ നോക്കിക്കോ. r is equal to a plus lambda b എന്നുള്ള അല്ലെങ്കിൽ b minus a എന്നുള്ള ഇക്വേഷൻ ആ ഒരു ഫോമാറ്റിൽ തന്നിരിക്കുകയാണ്. രണ്ട് ലൈൻസ് ഉണ്ട്. ഇതിന്റെ ആംഗിൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം അതിന്റെ ഇക്വേഷൻ ഒക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, ചെയ്ത് നോക്കാം. അപ്പൊ r is equal to 2i minus 5j plus k plus lambda into അപ്പൊ a plus lambda b എന്നുള്ള ഫോം. r is equal to അപ്പോൾ ഇത് രണ്ടല്ല ഒരു ഇക്വേഷൻ തന്നെയാണ്, ഒരു ലൈൻ്റെ ഇക്വേഷൻ തന്നെയാണ്. ഇവിടെ രണ്ട് രീതിയിൽ r എഴുതിയിരിക്കുന്നതേ ഉള്ളൂ.
R is equal to. അപ്പോൾ R is equal to A plus lambda, അതായത് A1 plus lambda B1 ആ ഫോർമാറ്റിലാണ് ഇവിടെ കിടക്കുന്നത്. ഇവിടുത്തെ R is equal to A2 plus lambda B2. ഇങ്ങനെ രണ്ട് ഇക്വേഷൻ തന്നിരുന്നാൽ നമുക്ക് അതിന്റെ ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. cos theta is equal to ഈ B1ന്റെയും B2ന്റെയും വെക്ടറിന്റെ ഇടയിലുള്ള ആംഗിൾ ആയിരിക്കും ഇതിന്റെ ഈ ലൈൻസിന്റെ ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. B1 dot B2 divided by modulus B1 into modulus B2. അപ്പോൾ B1 dot B2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? എങ്ങനെയാണ്? ഇത് B1 ഉം B2 എന്താണ്? B1 is equal to 3i plus 2j plus 6k. അതുപോലെ B2 എന്ന് പറയുന്നത് i plus 2j plus 2k. അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 3 into 1 plus 2 into 2 plus 6 into 2 is equal to 3 plus 4 plus 12. 19. B1 dot B2 is equal to 19 വന്നു. ഇനി അതിന്റെ ഓരോന്നിന്റെയും മോഡുലസ്. മോഡുലസ് B1 is equal to root of 3 square plus 2 square plus 6 square which is equal to root of 9 plus 4 plus 36. Root of 49 equal to 7. അതുപോലെ റൂട്ട് മോഡുലസ് B2ന്റെ മോഡുലസ് എന്ന് പറയുന്നത് root of 1 plus 4 plus 4 which is equal to root 9 equal to 3. ഇനി കോസിന്റെ വാല്യൂ, cos theta വാല്യൂ B1 dot B2 19 divided by 7 into 3 equal to 19 by 21. അപ്പോൾ cos theta വാല്യൂ ആണ്. നമുക്ക് ആംഗിൾ ആണ് വേണ്ടത്. ആംഗിൾ is equal to cos inverse 19 by 21 which is the required answer. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും രണ്ടാമത്തെ ഈ ഇക്വേഷനും നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഇതുപോലെ B1 ഉം B2 ഉം എടുക്കേണ്ടത് B1 equal to I minus j minus 2k and B2 equal to 3i minus 5j minus 4k. 11th ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതും ആംഗിൾ ബിറ്റ്വീൻ ദ ഫോളോയിങ് പെയർ ഓഫ് ലൈൻസ് കണ്ടുപിടിക്കാനാണ്. പക്ഷെ അവിടെ കാർട്ടീഷ്യൻ ഫോമിലാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കാം. ഇവിടെ കാർട്ടീഷ്യൻ ഫോമിലുള്ള ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. ലൈനിന്റെ ഇക്വേഷൻ തന്നെയാണ്, രണ്ട് ലൈനിന്റെ ഇക്വേഷൻ വിച്ച് ആർ ഇൻ കാർട്ടീഷ്യൻ ഫോം. ഇതിനകത്ത് നിന്ന് നമുക്ക് ഇതിന്റെ ആംഗിൾ കണ്ടുപിടിക്കണം, cos theta വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെയും ആ സെയിം ഇക്വേഷൻ തന്നെയാണ്. എന്താണ് ഇക്വേഷൻ? cos theta equal to B1 dot B2 divided by modulus B1 into modulus B2. ഇത് ഇക്വേഷൻ ഇത് തന്നെയാണ്. ഇനി ഈ രണ്ട് ലൈനിന്റെ ഇക്വേഷനിൽ നിന്നും B1 ഉം B2 ഉം എന്താണെന്ന് എഴുതാം. B1 ഉം B2. B1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലൈനിന് പാരലലായി വരുന്ന വെക്ടേഴ്സ്, അത് വെക്ടർ ആണല്ലോ. B1 A plus lambda B1 എന്ന് പറയുന്നത് ഫസ്റ്റ് ലൈനിന് പാരലലായി വരുന്ന വെക്ടർ. ആ പാരലലായി വരുന്ന വെക്ടറിന്റെ ഡയറക്ഷൻ റേഷ്യോ ആണ് നമ്മൾ കാർട്ടീഷ്യൻ ഫോം ആയിട്ട് ഇവിടെ എഴുതുന്നത്. അപ്പൊ B1 equal to 2i plus 5j minus 3k. അതുപോലെ നമുക്ക് B2 ഉം പറയാൻ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് -i plus 8j plus 4k. അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ B1 dot B2 by modulus B1 B2ന്റെ ആൻസർ എഴുതാം. നേരത്തെ ഇത് ചെയ്തതുപോലെ തന്നെയാണ്. അതിന്റെ ആൻസർ വരുന്നത് theta equal to cos inverse 26 by 9 root 38. റൂട്ട് 81 ഇൻറ്റു റൂട്ട് 38 വരും. റൂട്ട് 81 നമുക്ക് 9 ആണെന്നറിയാം. 26 by 9 ഇൻറ്റു റൂട്ട് 38 is the required answer. അടുത്തത് 12th ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് P so that the lines, രണ്ട് ഇക്വേഷൻ ഓഫ് ലൈൻസ് തന്നിട്ടുണ്ട്. ഈ രണ്ട് ലൈൻസും ആർ അറ്റ് റൈറ്റ് ആംഗിൾസ് ആണെന്ന് പറയുന്നു, പെർപെൻഡിക്കുലർ ആണെന്ന് പറയുന്നുണ്ട്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് P. P എന്ന ഒരു പോയിന്റ്, ഒരു കോൺസ്റ്റന്റ് അതിനകത്ത് കിടപ്പുണ്ട് രണ്ട് ലൈനിന്റെ ഇക്വേഷനിലും അല്ലെ. ആ P എന്ന കോൺസ്റ്റന്റിന്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. കണ്ടീഷൻ തന്നിരിക്കുന്നത് ഈ രണ്ട് ലൈൻസും റൈറ്റ് ആംഗിൾസ് ആണ്, അതായത് പെർപെൻഡിക്കുലർ ആണ്. 9θ = 90 ആണ്. θ = 90 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ രണ്ട് വെക്ടേഴ്സ്, ഇപ്പൊ നമ്മൾ പറഞ്ഞു രണ്ട് ലൈൻസിന്റെ ഇടയിലുള്ള ഒരു ആംഗിൾ എന്ന് പറയുന്നത് രണ്ട് അതിന് പാരലലായി വരുന്ന വെക്ടേഴ്സിനിടയിലുള്ള ആംഗിൾ ആണ്. ഇത് ആംഗിൾ പഠിച്ച സെക്ഷനിലൊക്കെ നമ്മൾ കൃത്യമായി വരച്ച് കാണിച്ച് തന്നിരുന്നതാണ്.
തൊട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ രണ്ട് വെക്ടേഴ്സിന്റെ ഇടയിലുള്ള ആംഗിൾ 90 ആണെങ്കിൽ അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആണെന്ന് വെക്ടർ ആൾജിബ്രയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ b.b1.b2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ നമുക്ക് b1ഉം b2ഉം തിരഞ്ഞെടുത്ത് എഴുതിയിട്ട് അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആക്കി ഇക്വേറ്റ് ചെയ്തുകൊണ്ട് p യുടെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ രണ്ട് ഇക്വേഷനും എഴുതി b1ഉം b2ഉം എടുത്ത് എഴുതാം. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് b1ഉം b2ഉം എടുത്ത് എഴുതുക എന്നുള്ളതാണ്. b1ഉം b2ഉം എടുത്ത് എഴുതണമെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻസ് ഓഫ് ലൈൻസും നമ്മുടെ മെയിൻ ആ ഒരു രീതിയിലായിരിക്കണം. ഏത് രീതിയിലാണ്? കാർട്ടീഷ്യൻ ഫോമിലായിരിക്കണം. കാർട്ടീഷ്യൻ ഫോം എന്താ? x-x1/a. ഈ ഒരു ഫസ്റ്റ് പോർഷൻ, അതായത് ഈ ഒരു കാർട്ടീഷ്യൻ ഫോം നമുക്കൊന്ന് എഴുതി നോക്കാം. കാർട്ടീഷ്യൻ ഇക്വേഷൻ ഈസ് x-x1/a is equal to y-y1/b equal to z-z1/c. അപ്പൊ ഇത് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 1 - x/3 ആ. പക്ഷെ നമുക്ക് വേണ്ടത് ഈ ഫോമാറ്റിലാണ്, x-x1/a. അപ്പം x-1 ആക്കാം. നമുക്കൊരു -1 കൊണ്ട് താഴെയും മുകളിലും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം x-1/-3 എന്ന് പറയും. അതായത് ഈ ഫസ്റ്റ് ടേമിൽ നമ്മൾ എന്ത് ചെയ്തു? മൈനസ് കൊണ്ട് താഴെയും മുകളിലും ഗുണിച്ചു. എന്തിനു വേണ്ടിയിട്ട്? ഈ ഒരു ഫോമാറ്റിലേക്ക് മാറ്റാൻ വേണ്ടി. x-x1/a എന്ന ഫോമിലേക്കും x-x1 മുകളിൽ വരുത്താൻ വേണ്ടിയിട്ട് 1 - x-നെ തിരിച്ചിട്ടു. അപ്പൊ മൈനസ് കൊണ്ട് താഴെയും കൂടി മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വന്നു. ഓക്കെ, ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം ശരിയായി. ഇനി രണ്ടാമത്തെ ടേം നോക്കിക്കേ. 7y - 14. 7y - 14 എന്ന് പറയുമ്പോൾ y മൈനസ് എ വരാവോ? y അല്ലല്ലോ, 7ഉം കൂടി ഉണ്ട്. അപ്പൊ 7 നമുക്കിന്ന് പുറത്തെടുക്കാം. 7 പുറത്തെടുക്കുമ്പോൾ y - 2/2p ആകും. ഇവിടെ മുകളിൽ y - y1 തന്നെ വേണം, ഈ 7 വേണ്ട. അപ്പൊ 7 എന്ത് ചെയ്യണം? ഇവിടെ ഇട്ട് കൊടുക്കാം, 2p/7. അപ്പൊ ഇവിടെ y - y1 ഫോമാറ്റിൽ ആയിക്കഴിഞ്ഞു. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇവിടെ ആ ഒരു ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണോ പഠിച്ചത് ആ ഒരു മെത്തേഡിൽ തന്നെ, ആ ഒരു ഫോമാറ്റിൽ തന്നെ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ബി ഒക്കെ താഴത്തെ ഡയറക്ഷൻ റേഷ്യോസ് ഒക്കെ ആണെന്നും പറഞ്ഞ് എടുക്കാൻ പറ്റുള്ളൂ. z - z1 എന്ന് പറയുന്ന രീതിയിലാണോ അത് കിടക്കുന്നത്? ഓക്കെ, അത് ആ ഒരു മാറ്റമില്ല. z - z1 എന്നുള്ള രീതിയിൽ തന്നെയാണ്. z - 3/2. ഇപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ ശരിയായി. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ ഇക്വേഷനും കൂടി റെഡിയാക്കണം. 7 - 7x ആണ് നമുക്ക് അവിടെ പുറത്തെടുക്കേണ്ടത്. -7 ആണ് കാര്യം. എന്നാലേ x മൈനസ് എന്നും പറഞ്ഞ് എഴുതാൻ പറ്റും. അപ്പം x - 1 എഴുതാം /3p. നമുക്ക് എന്ത് വേണ്ട? ഈ -7 വേണ്ട. ഈ -7 താഴെ കൊണ്ടുവരാം. ഈ -7 ഇവിടെ കൊണ്ടുവരിക. -7 is equal to y - 5/1. അത് ഓക്കെ ഫോമാറ്റിലാണ്. ഇവിടെ 6 - z ആണ്. നമുക്കതിനെ z - 6 എന്ന് എഴുതണം. താഴെ ഒരു മൈനസ് വേണം. അപ്പൊ ഈ രണ്ട് ലൈനിനെയും ആ ഒരു രീതിയിൽ കൊണ്ടുവന്നതിന് ശേഷം നമുക്കിനി b1ഉം b2ഉം സെലക്ട് ചെയ്ത് എഴുതണം. ഇനി ഫസ്റ്റ് ലൈനിന്റെ ഇക്വേഷനിൽ നിന്നും ആ പാരലലായി വരുന്ന ഫസ്റ്റ് വെക്ടർ എടുക്കാം. b1 is equal to -3i plus 2p/7j plus 2k. അതുപോലെ രണ്ടാമത്തെ ലൈനിൽ നിന്നും പാരലലായി വരുന്ന പാരലൽ വെക്ടർ b2 equal to -3p/7i plus j 1 into j plus -5k. ഇനി നമുക്കറിയാം ആംഗിൾ ഈ രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട്, അല്ലെങ്കിൽ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി റൈറ്റ് ആംഗിൾ ആയതുകൊണ്ട് കോസ് തീറ്റ 0 ആയിരിക്കും. അപ്പൊ b1.b2ഉം 0 ആയിരിക്കും. അപ്പം തീറ്റ ഈക്വൽ ടു 0 implies b1.b2. ഇതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ മൈനസും മൈനസും പോസിറ്റീവ്. 3 into 3p, that is 9p. 9p/7 plus 2p/7 into 1. 2p/7 minus 2 into 5, that is -10, is equal to 0, which implies 9pയും 2pയും കൂടി ചേർത്ത് എഴുതുമ്പോൾ 11p/7 minus 10 is equal to 0. 11p/7 is equal to 10, which implies 11p equal to 70, p equal to 70/11. 70/11 is the required answer. At the 13th question, show that the lines x minus 5/7 by y plus 2 by -5 is z by 1 are perpendicular to each other.
ഇത് പെർപെൻഡിക്കുലർ ആണ് എന്നുള്ളതാണ്. പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഡയറക്ഷൻ ആ B1ഉം B2ഉം എടുത്തതിന് ശേഷം അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആണെന്ന് കാണിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് എല്ലാം ആ കൃത്യം ഫോമാറ്റിൽ തന്നെ കിടക്കുക. x-x1 ആ ഫോമാറ്റിൽ തന്നെയാണ്. y-y1 z-z1. അപ്പൊ ഇവിടുത്തെ x-x1 എന്താണ്? x1 5 ആണ്. xy1 എന്താണ്? -2 ആണ്. z1 0 ആണ്. അതുപോലെ ഇവിടെ x2 y2 z2 എന്ന് പറയുന്ന ആ ഒരു നമ്പർ എന്ന് പറയുന്നത് അത് 0 0 0 ആണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് B1ഉം B2 നമുക്ക് ഡയറക്റ്റ് എഴുതാം. നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്ത കണക്ക് ഫോർമാറ്റ് കൃത്യമാക്കി ഒന്നും ആക്കി മേക്ക് ചെയ്തെടുക്കുകയൊന്നും വേണ്ട. അപ്പൊ 7i - 5j + k എന്നുള്ളത് ഫസ്റ്റ് വെക്ടർ, i + 2j + 3k എന്നുള്ളത് സെക്കൻഡ് വെക്ടർ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആണെന്ന് കാണും. കാര്യം 7 × 1 7 -5 + 10 -5 × 2 that is -10. അത് 7 - 10 വരുമ്പോൾ -3 -3 + 1 × 3 -3 + 3 = 0. ഇത് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കാണാം 0 ആണ് കിട്ടുന്നത്. അതുകൊണ്ട് ഈ രണ്ട് ലൈനും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണെന്ന് പറയാം. അത് ചെയ്ത് നോക്കാം, വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ മനസ്സിലാക്കാൻ. രണ്ട് ഇക്വേഷൻസ് ഓഫ് ലൈൻസ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിലാണെങ്കിലും വെക്ടർ ഫോമിലാണെങ്കിലും, കാർട്ടീഷ്യൻ ഫോമിലാണെങ്കിലും വെക്ടർ ഫോമിലാണെങ്കിലും ഏത് രണ്ട് ഫോമിലാണെങ്കിലും നമ്മൾ ആ ഒരു ഇക്വേഷൻ കാണുമ്പോഴേ അതിനകത്ത് ഉള്ള കാര്യങ്ങൾ, അതായത് ഈ ഒരു ഇക്വേഷനിൽ അത് കടന്നു പോകുന്ന ഒരു ഫിക്സഡ് പോയിന്റ് 5 - 2 0, അതുപോലെ അത് ആ ഒരു ലൈൻ പാരലലായി വരുന്ന മറ്റൊരു വെക്ടർ 7i - 5j + k ഒക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയണം. ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ്. അപ്പം ഷോർട്ടസ്റ്റ് ബിറ്റ് ഡിസ്റ്റൻസ് ക്യൂ ലൈൻസ് നമ്മൾ പഠിച്ചതാണ്. രണ്ട് ലൈൻസിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. ഇക്വേഷൻ is what? B1 × B2 dot A2 - A1 by മോഡുലസ് B1 × B2. ഇക്വേഷൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും വളരെ എളുപ്പമാണ്. അത് എഴുതി വെക്കുക. എഴുതി വെച്ചതിന് ശേഷം മാത്രം നമ്മൾ പ്രോബ്ലം ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക B1ഉം B2ഉം A1ഉം A2 ഒക്കെ എന്താണെന്നുള്ളത്. അപ്പൊ ഈ 14ാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഈ രണ്ട് ലൈൻസ്, അതിനകത്ത് നമുക്ക് ആദ്യം ഇക്വേഷൻ എഴുതി വെക്കണം. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഇക്വേഷൻ is equal to മോഡുലസ് B1 × B2 dot A2 - A1 by മോഡുലസ് B1 × B2. അപ്പൊ നമുക്ക് ഇവിടെ ആദ്യം B1 എന്താണ്, B2 എന്താണ്, A1 എന്താണ്, A2 എന്താണെന്നൊക്കെ നോക്കാം. ഫസ്റ്റ് ലൈൻ ആയിരിക്കും A1 + λB1 ഫോമിൽ, A1 + λB1 ആ ഒരു ഫോമാറ്റിൽ കിടക്കുന്നതാണ് നമ്മുടെ ലൈൻ ഇക്വേഷൻ. അപ്പൊ അതാണ് ഫസ്റ്റ് ലൈൻ ആയിട്ട് വരുന്നത്. അതിനകത്ത് നമുക്ക് A1 എന്ത് എഴുതാം? A1 = I + 2j + k. B1 എന്താണ്? B1 = I - j + k. അതുപോലെ സെക്കൻഡ് ലൈൻ A2 + mu B2 ആണ്. mu എന്ന് പറഞ്ഞാൽ വേറൊരു സ്കെയിലാർ എന്നുള്ള മീനിങ്ങേ ഉള്ളൂ. A2 എന്ന വെക്ടർ എന്താണ്? 2i - j - k. അതുപോലെ B2 എന്ന് പറയുന്നത് 2i + j + 2k. അപ്പൊ ഇതിനകത്ത് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയാം. B1 × B2 എഴുതാം ആദ്യം. B1 × B2 ഇക്വേഷൻ എന്താണ്? B1 × B2ന്റെ അതൊരു മോഡുലസ്, ഒരു ഡിറ്റർമിനന്റ് ആണ്. മോഡുലസ് അല്ല, ഡിറ്റർമിനന്റ് ആണ്. ഡിറ്റർമിനന്റ് ഫസ്റ്റ് റോ, ക്രോസ് പ്രോഡക്റ്റ് എപ്പോഴും ഡിറ്റർമിനന്റ് വെച്ചിട്ടാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. വെക്ടർ ആൾജിബ്രയിൽ പഠിച്ച കാര്യങ്ങളാണ്. ഫസ്റ്റ് റോ എന്ന് പറയുന്നത് I j k. സെക്കൻഡ് റോ is 1 - 1 1. B2 എന്ന് പറയുന്നത് 2 1 2. അപ്പൊ ഇത് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് കിട്ടും. ക്രോസ് പ്രോഡക്റ്റിന്റെ ആൻസർ -3i - 0j + 3k. അപ്പൊ ഇത് ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുന്ന B1 × B2 ഇതാണ്. B1 × B2 എന്നതിന്റെ മോഡുലസ് നമുക്ക് കിട്ടുന്നത് 3√2 ആണ്. അതായത് √9 + 0 + 9 +√18
റൂട്ട് 9 into 2 ഈ 9 വെളിയിൽ എടുക്കുമ്പോൾ 3 root 2. 3 root 2 ആണ് നമുക്ക് അതിന്റെ മോഡുലസ് ആയിട്ട് വരുന്നത്. അതുപോലെ വേറൊരു കാര്യം കൂടി വേണം, a2 minus a1 കൂടി വേണം. a2 minus a1 അതിന്റെ ആൻസർ ആയിട്ട് രണ്ട് a1ഉം a2ഉം നമ്മൾ എടുത്ത് എഴുതിയിരുന്നു. അതിന്റെ മൈനസ് ചെയ്യുമ്പോഴുള്ള ആൻസർ വരുന്നത് I minus 3j minus 2k എന്നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിന്റെ ഡോട്ട് പ്രോഡക്റ്റും കൂടി വേണം അല്ലെ. ഇക്വേഷൻ എന്ന് പറയുന്നത് SD is equal to നമ്മൾ എന്താണ് ഇക്വേഷൻ പറഞ്ഞത്, b1 cross b2 dot a2 minus a1. അപ്പൊ അതൊന്ന് എഴുതി നോക്കാം. ആ ഇക്വേഷനിലെ ന്യൂമറേറ്ററിന്റെ പാർട്ട് എന്ന് പറയുന്നത് b1 cross b2 ഒരു വെക്ടർ ആണ്. ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ക്രോസ് പ്രോഡക്റ്റ് ഇൻറ്റു ഡോട്ട് a2 മൈനസ് a1 അത് വേറൊരു വെക്ടർ ആണ്. അതിന് രണ്ടിനെയും കൂടി ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് വരുന്നത് b1 ക്രോസ് b2 എന്ന് പറയുന്നത് -3i ഇൻറ്റു i. അതൊന്ന് സൈഡിൽ എഴുതിയേക്കാം. b1 ക്രോസ് b2 നമുക്ക് കിട്ടിയത് -3i minus 0j plus 3k ആണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും കൂടി ഇതിന്റെയും കൂടി ഡോട്ട് പ്രോഡക്റ്റ് ആണ് വേണ്ടത്. ഡോട്ട് -3 into 1 is -3 minus 0 into something ആണ് പ്ലസ് ലാസ്റ്റ് കെയുടെ കോഎഫിഷ്യൻസ് +3 into -2 -6 which is equal to -9. അപ്പൊ ഡോട്ട് പ്രോഡക്റ്റ് അതാണ് കിട്ടുന്നത്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ മോഡുലസ് -9 ഡിവൈഡഡ് ബൈ അതിന്റെ മോഡുലസ് ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് b1 ക്രോസ് b2 നമ്മൾ കണ്ടുപിടിച്ചത് 3 root 2 എന്നാണ്. ഓക്കെ, അപ്പം മോഡുലസ് കൊടുക്കുന്നുണ്ട് മൈനസ് ഒക്കെ അങ്ങ് പോകും. 9/3 3 ആണ്. 3/√2 3/√2 is the required answer. അപ്പൊ അതിനെ നമുക്ക് വേണമെങ്കിൽ 3√2/2 ഒരു √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യാം. ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ 3/√2 എഴുതിയാൽ മതി. പോയിന്റ് ആക്കി ഡെസിമൽ ആക്കി എഴുതിയാലും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത് ലൈൻസിന്റെ ഫോമാറ്റ് വേറെ ആണെന്നേ ഉള്ളൂ. 15ാമത്തെ ക്വസ്റ്റ്യനിൽ രണ്ട് ലൈൻസ് തന്നിരിക്കുന്നത് കാർട്ടീഷ്യൻ ഫോമിലാണ്. കാർട്ടീഷ്യൻ ഫോമിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നമുക്ക് പഠിക്കാനുണ്ട്, ടെക്സ്റ്റിലുണ്ട്. പക്ഷെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ല. കാര്യം ആ വെക്ടർ ഫോമിന്റെ ആ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. നമുക്ക് ഏത് ഫോമിൽ വേണമെങ്കിൽ ലൈൻസ് തന്നിരുന്നാലും നമുക്ക് ആ ഫോമിൽ ഇട്ടിട്ട് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്പർ ആണ്, ഒരു ക്വാണ്ടിറ്റി ആണ്, ഒരു എമൗണ്ട് മാത്രം. അപ്പൊ അത് നമുക്ക് കണ്ടുപിടിക്കാൻ ഏത് ഫോമാറ്റിൽ ഇട്ടാലും കാർട്ടീഷ്യൻ ഇക്വേഷൻ തന്നെ പഠിക്കണമെന്നില്ല. വെക്ടർ ഫോമിലുള്ള ഇക്വേഷൻ പഠിച്ചാലും നമുക്ക് ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ ഈ തന്നിരിക്കുന്നത് കാർട്ടീഷ്യൻ ഫോമിലുള്ള രണ്ട് ലൈൻസിൽ നിന്നും ആ b1 b2 a1 a2 ഒക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ഇതേ ഇക്വേഷൻ വെക്ടർ ഫോമിലുള്ള ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാം. അതെങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. അപ്പൊ ഇങ്ങനെ രണ്ട് ലൈൻസ് തന്നിരുന്നാൽ അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കാര്യം ഇത് നമ്മുടെ ഫോം കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ x minus x1 by a is equal to y minus y1 by b is equal to z minus z1 by c. ഇതാണ് നമ്മുടെ കാർട്ടീഷ്യൻ ഫോം എന്ന് പറയുന്നത്. ഈ x1 y1 z1 എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് പോയിന്റ് ആണ്. ഏത് പോയിന്റിൽ കൂടിയാണോ അത് കടന്നു പോകുന്നത് ആ ഒരു പോയിന്റ് ആണ്. അപ്പൊ അതിന്റെ പൊസിഷൻ വെക്ടർ ആയ വെക്ടർ a is equal to, അതായത് നമുക്ക് ഇതിനെ ഒരു വെക്ടർ ഫോമിൽ പറയുമ്പോൾ r is equal to വെക്ടർ r is equal to a plus lambda b. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഒന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നതേ ഉള്ളൂ. അപ്പൊ വെക്ടർ a എന്ന് പറയുന്നത് x1i പ്ലസ് y1j പ്ലസ് z1k ആണ്. അതുപോലെ b എന്ന് പറയുന്ന വെക്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡയറക്ഷൻ റേഷ്യോസ് ആണ് ഈ താഴെ തന്നിരിക്കുന്ന abc. ദാറ്റ് ഈസ് ai പ്ലസ് bj പ്ലസ് ck. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇതിനകത്തുനിന്ന് ആ ഫിക്സഡ് പോയിന്റ് എയും ബിയുടെയും, അതായത് a1ഉം b1ന്റെ ഒക്കെ ഇക്വേഷൻ പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം നമുക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന്റെ ആ ഒരു ഇക്വേഷൻ എഴുതാം. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് is equal to മോഡുലസ് b1 ക്രോസ് b2 ഇത് ഡോട്ട് a2 മൈനസ് a1 the whole divided by മോഡുലസ് b1 ക്രോസ് b2. ഇക്വേഷൻ എഴുതി കഴിഞ്ഞിട്ട് ഓരോന്നായിട്ട് ഇത് പോയിന്റ് ഔട്ട് ചെയ്യണം. ദാറ്റ് ഈസ് a1 എന്ന വെക്ടർ.
A1 എന്ന വെക്ടർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലൈനിലെ ആ ഫിക്സഡ് പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ. ഇവിടെ -1 ആണ്, x-1 ആണ് ഫോം. അപ്പം x1 ന് പകരം -1 ആണ്, -1 × I. അതുപോലെ y-y2 ആണ്, y-y1 എന്ന് പറയുമ്പോൾ അവിടെയും -1 ആണ്, that is -j. ഇവിടെ z -z1, അവിടെ -k. അതുപോലെ അവിടുത്തെ b1 എന്ന് പറയുന്നത് പാരലൽ വെക്ടർ എന്ന് പറയുന്നത് 7i - 6j + k ആണ്. a2 എന്നുള്ള വെക്ടർ നോക്കാം, രണ്ടാമത്തെ ലൈൻ 3i + 5j + 7k. b2 എന്നുള്ള വെക്ടർ, അതായത് രണ്ടാമത്തെ ലൈനിന്റെ പാരലൽ വെക്ടർ i - 2j + k. ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈക്വേഷനിലെ ഓരോ ടേംസും കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനായി ഫോർമുലയിൽ ഇട്ട് കൊടുത്ത് നമുക്ക് നമ്പർ കണ്ടുപിടിക്കാം. ആദ്യം b1 ക്രോസ് b2, ആ ക്രോസ് പ്രോഡക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഡിറ്റർമിനന്റ് ഫസ്റ്റ് റോ i j k, സെക്കൻഡ് റോ b1 ന്റെ കമ്പോണൻസ് 7 - 6 1, തേർഡ് റോ b2 ന്റെ കമ്പോണൻസ് 1 - 2 + 1. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്തും വരുമ്പോൾ കിട്ടുന്ന ആൻസർ, ഇനി അതിന്റെ മോഡുലസ് കാണണം, ദാറ്റ് ഈസ് മോഡുലസ് b1 ക്രോസ് b2. മോഡുലസ് വരുന്നത് √16 + 36 + 64, ദാറ്റ് ഈസ് √116. അപ്പൊ ഇനി അടുത്തത് അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് ആണ്, നമ്മൾ ആ ഇക്വേഷനിൽ കൊടുക്കാം. ഇനി ഡോട്ട് പ്രോഡക്റ്റ് നോക്കുമ്പോൾ അതിന് നമുക്ക് a2 - a1 കൂടെ ചെയ്യണം, a2 - a1. അപ്പൊ a2 ഉണ്ട്, a1 ഉണ്ട്, അതുകൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ 3i - -i, that is 4i + 5j - -j + 6j + 8k. ഇതാണ് a2 - a1. ഇനി b1 ക്രോസ് b2 ഡോട്ട് a2 - a1. അപ്പൊ ഇനി ക്രോസ് എടുക്കേണ്ടത്, ഡോട്ട് പ്രോഡക്റ്റ് എടുക്കേണ്ടത് b1 ക്രോസ് b2, അതായത് ഈ വെക്ടർ, അതുപോലെ a2 - a1 ഈ വെക്ടർ. ഈ രണ്ട് വെക്ടേഴ്സിന്റെയും കൂടി ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നോക്കാം, = -4 × -4 -16 -36 -64, which is equal to -116. അപ്പം ഡോട്ട് പ്രോഡക്റ്റും കിട്ടി. ഇനി ആ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് is equal to മോഡുലസ് -116 ഡിവൈഡഡ് ബൈ അതിന്റെ മോഡുലസ് നമുക്ക് കിട്ടിയത് √116. ആൻസർ മൈനസ് ഒക്കെ അങ്ങ് പോകും, മോഡുലസ് ആയതുകൊണ്ട് ആൻസർ ഈസ് √116, അതായത് 2√29. ഡെസിമൽ ആക്കി കാൽക്കുലേറ്ററിൽ നോക്കി എഴുതാം. 16th ക്വസ്റ്റ്യനിലും ഡയറക്റ്റ് വെക്ടർ ഫോമിലുള്ള ലൈനിന്റെ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് ഡയറക്റ്റ് a1 എഴുതാം, b1 എഴുതാം. a1 ഈസ് i + 2j + 3k, b1 എന്ന് പറഞ്ഞാൽ i - 3j + 2k. അതുപോലെ രണ്ടാമത്തെ ലൈൻ a2 4i + 5j + 6k, b2 2i + 3j + k. അപ്പൊ രണ്ട് ഡയറക്റ്റ് ഇക്വേഷൻ ഓഫ് ദ ലൈൻസിൽ നിന്നും നമുക്ക് a1 ഉം b1 ഉം a2 ഉം b2 എഴുതി കഴിഞ്ഞിട്ട് ഈ ഇക്വേഷനിൽ ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാം. Last question, find the shortest distance between the lines whose vector equations are 1 - ti. ഈ t എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ്, അത് കിടപ്പുണ്ട് അല്ലെ. അപ്പം നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ ഇത് ഇക്വേഷൻ ഓഫ് ദ ലൈൻ ആണോ എന്ന് തോന്നും. പക്ഷെ ഇവിടെ t എന്ന് പറയുന്നത് ഈ ലാംഡ അല്ലെങ്കിൽ മ്യൂ എന്ന് പറയുന്നതിന് പകരമാണ്. അപ്പൊ അതായത് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യണം. എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് i, ഫസ്റ്റ് ഇക്വേഷൻ ഇങ്ങനെയാണ്, r is equal to i minus ti plus tj minus 2j plus 3k minus 2tk. ഇതിനകത്തുനിന്ന് ijk ഇത്രയും i j minus 2j plus 3k, ഈ ഇത്രയും ടേംസ് ആദ്യമായിട്ട് ഒരുമിച്ച് എഴുതാം. i minus 2j plus 3k. ബാക്കിയുള്ള ടേംസിനെല്ലാം ഒരു പ്ലസ് ടി ഇനി പുറത്തെടുക്കാം. ടി പുറത്തെടുക്കുമ്പോൾ -i plus
j അതുപോലെ കെയുടെ ടേം മൈനസ് 2t. അപ്പൊ ഇതിനകത്തുനിന്ന് ഇതാണ് നമുക്ക് ഇപ്പൊ ഇക്വേഷൻ കിട്ടിയത്. ഇക്വേഷൻ തന്നെ നമ്മൾ കൺവേർട്ട് ചെയ്തു. കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് a1 കിട്ടി. a1 is equal to I minus 2j plus 3k. അപ്പൊ ഇത്രയും ഭാഗം നമുക്ക് a1 എന്ന് എഴുതാം. അതുപോലെ b1 എന്ന് പറയുന്ന വെക്ടർ ടിക്ക് t എന്ന് പറഞ്ഞ ഈ ലാംഡയ്ക്ക് പകരമുള്ള വേറൊരു സ്കെയിലർ ആണ്. അപ്പൊ മൈനസ് i പ്ലസ് ജെ മൈനസ് 2t. അപ്പൊ ഈ ഫോമാറ്റ് a പ്ലസ് ലാംഡ ബി എന്ന് പറഞ്ഞാൽ ലാംഡ സ്കെയിലർ ആണ്. അതുപോലെ ഏത് വേരിയബിൾ വേണമെങ്കിലും, ഏത് വേരിയബിൾ മീൻസ് ഏത് സ്കെയിലർ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം, ടിയും മ്യൂ. അപ്പൊ ഇവിടെ ഈ രണ്ട് ക്വസ്റ്റ്യനില് ടിയും എസും ആയിട്ട് കൊടുത്തിരിക്കുന്നേ ഉള്ളൂ. കാര്യം ആ ലാംഡയ്ക്ക് പകരം കിടക്കുന്നതാണത്. അപ്പൊ b1 കിട്ടി, a1 കിട്ടി. ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ r2 രണ്ടാമത്തെ ലൈനിന്റെ കാര്യങ്ങളും എഴുതാം. രണ്ടാമത്തെ ലൈനിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തപോലെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. r is equal to si plus 1i plus 2sj minus j minus 2sk പ്ലസ് അല്ല മൈനസ് കെ. ഈ ഒരു മൈനസ് എന്ന് പറയുന്നത് രണ്ടുപേർക്കും കൂടി ഉള്ളതാണ്. അപ്പൊ മൈനസ് കെ. ഓക്കെ. അപ്പൊ ഇനി ഇതിനകത്തുനിന്നും നമുക്ക് ആദ്യം ഈ ടേംസ് i മൈനസ് ജെ മൈനസ് കെ, പിന്നെ ഒരു എസ് പുറത്തെടുക്കാം, പ്ലസ് എസ് തന്നെ പുറത്തെടുക്കണം. കാര്യം എ പ്ലസ് ലാംഡ അങ്ങനെ ഒരു ഫോമാറ്റിലാണ്. അപ്പൊ പ്ലസ് എസ് പുറത്തെടുക്കുക. അപ്പൊ വരുന്നത് i പ്ലസ് 2j മൈനസ് 2k. ഓക്കെ. അപ്പൊ ഇതിനകത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇനി a2ഉം b2ഉം എഴുതാം. a2 എന്ന് പറയുന്നത് i മൈനസ് ജെ മൈനസ് കെ, b2 എന്ന് പറയുന്നത് i പ്ലസ് 2j മൈനസ് 2k. അപ്പൊ a1 b1 a2 b2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഇക്വേഷൻ ഉപയോഗിച്ച്, ഏത് ഇക്വേഷൻ, നമ്മുടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നേരത്തേക്ക് പ്രോബ്ലത്തിലൊക്കെ ചെയ്തതാണ്. ആ ഒരു ഇക്വേഷൻ ഫോമാറ്റ് വെച്ചുകൊണ്ട് നമുക്കിത് പ്രോബ്ലം ആൻസർ കണ്ടുപിടിക്കാം. ഇതിന്റെ ഈ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ചെയ്യുമ്പോൾ ആൻസർ വരുന്നത് 8/√29 അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അതിന് നമുക്ക് 8√29/29 അങ്ങനെ എഴുതാം. അതായത് √29 കൊണ്ട് താഴെ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. നമുക്ക് ഒരു കാൽക്കുലേറ്ററിലെ ഡെസിമൽ വാല്യൂ കണ്ടുപിടിക്കാം. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഇത് എഴുതാൻ സാധിക്കും. ഓക്കെ. അപ്പം ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ്. നമുക്ക് ഒരു 2 ലൈൻസ് തന്നിരുന്നാൽ അതിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് അതാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ 2 ലൈൻസിൽ നിന്ന് ഈ നമുക്ക് ആവശ്യമുള്ള a1 b1 a2 b2 ഒക്കെ എടുക്കാൻ അറിയണം, പോയിന്റ് ഔട്ട് ചെയ്യാൻ അറിയണം. അങ്ങനെ അറിഞ്ഞെങ്കിൽ മാത്രമേ ഇത് ക്ലിയർ ആയിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ.